ഭാരതത്തിൽ ജനന നിരക്ക് കുറയുന്നതിൽ ആശങ്ക വ്യക്തമാക്കി RSS. ജനസംഖ്യാ നിരക്ക് മെച്ചപ്പെടുത്താൻ കുടുംബത്തിൽ കുറഞ്ഞത് 3 കുട്ടികളെങ്കിലും വേണമെന്ന് ജനസംഖ്യാശാസ്ത്രം വ്യക്തമാക്കുന്നതായി RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് വ്യക്തമാക്കി. സമൂഹത്തിന്റെ നിലനിൽപ്പിന് ജനസംഖ്യാ സ്ഥിരത അനിവാര്യമാണെന്നും സർസംഘചാലക് ചൂണ്ടിക്കാട്ടി. ജനസംഖ്യാ വളർച്ചാ നിരക്ക് 1.1% താഴെയായാൽ ആ സമൂഹം വംശനാശത്തെ അഭിമുഖീകരിക്കുന്നു എന്നാണ് ശാസ്ത്രം. ആ സമൂഹം അപ്രത്യക്ഷമാകാൻ ബാഹ്യ ഭീഷണികൾ ആവശ്യമില്ല. അതിനാൽ തന്നെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറയാൻ അനുവദിക്കരുതെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് വ്യക്തമാക്കി. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞതിനാൽ പല സമൂഹങ്ങളും ഭാഷകളും ഇല്ലാതായി. അതിനാൽ തന്നെ കുടുംബത്തിൽ 2-ലധികം കുട്ടികൾ വേണമെന്ന് ജനസംഖ്യാ ശാസ്ത്രം വ്യക്തമാക്കുന്നതായും സർസംഘചാലക് അഭിപ്രായപ്പെട്ടു. संख्येचा उल्लेख झाला. जनसंख्या कमी होते फार चिंता आहे. चिंतेचा विषय आहे. याचं कारण ते शास्त्र, लोकसंख्या शास्त्र जे आधुनिक ते असं सांगतं की 2.1च्या खाली जायला लागलो तर तो समाजच नष्ट होतो. पृथ्वीच्या पाठीवर तो राहत नाही. कोणी त्याला मारेल असं नाही. तो काही नसलं संकट तरी तो समाज नष्ट होतो, पुढे चालत नाही. अनेक भाषा अशा नष्ट झाल्या, अनेक समाज असे नष्ट झाले. 2.1च्या खाली येता कामा नये. आपल्या देशाची जनसंख्या नीती 1998 वगैरे मध्ये ठरली का 2002 मध्ये ठरली, साल माहित नाही मला, पण त्याच्यातही असं सांगतात की 2.1च्या खाली नको. आता 2.1 म्हणजे 0.1 तर माणूस जन्मत नाही ना कधी. 2 पेक्षा जास्ती पाहिजे, म्हणजे 3 पाहिजे कमीत कमी, असं शास्त्र सांगतं. पण ही संख्या ही याकरता महत्वाची आहे की टिकलं पाहिजे की नाही. टिकलं पाहिजे असं आपल्याला सगळ्यांना वाटतं, कारण ते आपलं आहे. ते किती चांगलं आहे वाईट आहे हे मूल्यांकन नंतर असतं, ते आपलं आहे. आपण कुटुंबात हेच शिकतो ना. ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സമുദായങ്ങൾക്കിടയിലെ ജനസംഖ്യ അസന്തുലിതാവസ്ഥ പ്രത്യേകം പഠിച്ച് വിലയിരുത്തണമെന്നും നാഗ്പൂരിൽ നടന്ന ഒരു സമ്മേളനത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലക് വ്യക്തമാക്കി. നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും സംസ്ഥാനത്തെ ജനസംഖ്യാ നിരക്ക് വർദ്ധിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. ജനം, ഡൽഹി.